എന്തിനാ ഇങ്ങനെ ബൾബൊക്കെ ഉണ്ടാക്കുന്നത്? വീട് പണി നടത്താനും അച്ഛനെ സഹായിക്കാനും വേണ്ടിട്ടാ. എന്താ അച്ഛൻ എന്നാ പറ്റി? കൈ മേല അവരുടെ എഞ്ചിനീയർ ആണോ? അനിയത്തിക്കോ? പൈലറ്റ് ആകണം. അടിപൊളി. വിമാനം കിട്ടി? യുദ്ധവിമാനം ഓടിക്കാൻ? ആഹാ, പട്ടാളക്കാരിയാണോ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരിയൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഗവേഷ് എൻ്റെ സ്വന്തം നാട്ടുകാരാണ്, എൻ്റെ അയൽപ്പക്കമാണ്. അപ്പോൾ ഗവേഷിനൊരു സങ്കടമുണ്ട്. സ്വന്തം ഭാര്യ ഒരാളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അയാളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 കുത്തുകളേറ്റ മനുഷ്യനാണ്. അതിനുശേഷം ആ പെൺകുട്ടി ഇപ്പോൾ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ആ പെൺകുട്ടി വേറൊരാൾക്കൊപ്പം പോയി 2 പെൺകുട്ടികളെ തനിച്ചാക്കിയും ഗവേഷിനെ ഒറ്റയ്ക്കാക്കിയും. അതിനുശേഷം അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ കൈ ഒടിഞ്ഞു അല്ലേ? പണിതു തുടങ്ങിയ വീട് ജപ്തി ഭീഷണിയിൽ. വാടക വീട്ടിൽ മാസ വാടക കൊടുക്കാനുള്ള തിക്കുമുട്ട്. പൊന്നുപോലെ നോക്കേണ്ട അമ്മ അച്ഛനെയും മക്കളെയും ഉപേക്ഷിച്ച് വിവാഹിതനായ മറ്റൊരാൾക്കൊപ്പം. അമ്മയ്ക്ക് വേണ്ടി കുത്തേറ്റ അച്ഛൻ, പ്രായമായ അമ്മുമ്മ. പക്ഷെ 5ാം ക്ലാസ്സുകാരി ഗൗരിയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരണ്യയും ഇവിടെ പ്രകാശം പരത്തുകയാണ്, സന്തോഷം തൂവുകയാണ്, പുഞ്ചിരിക്കുകയാണ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങുമെന്നിൽ കൃപ ചൊരിയണമേ. എൻ്റെ പേര് ഗൗരി എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ആര്യക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളിപ്പോ ആരാ നോക്കുന്നത്? അച്ചായും സുശീലാമ്മ. സുശീലാമ്മ ആരാ? അച്ചായിയുടെ അമ്മ. അച്ചായുടെ അമ്മ. എല്ലാ ഭക്ഷണമൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടോ? പിടിക്കലായിട്ട് നോക്കുന്നുണ്ടോ? അമ്മ പോയതിന്റെ ഒരു സങ്കടം ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. അതെന്തുകൊണ്ടാ? അത് ഞങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. ഗൗരി എന്തിനാ ഈ ബൾബൊക്കെ ഉണ്ടാക്കുന്നത്? വീട് പണി നടത്താനും അച്ചായനെ സഹായിക്കാനും വേണ്ടിട്ട്. അച്ഛനെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്? അച്ചായി. അച്ചായി. അത് ശരി. എന്നാ അച്ചായിക്ക് എന്നാ പറ്റിയത്? അച്ചായിക്ക് പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വീണ്? ഓക്കെ. അപ്പൊ നിങ്ങൾ ബൾബ് ഉണ്ടാക്കി അച്ചായിക്ക് ഒരു ഉപകാരമാവോ? എത്ര ബൾബ് ഉണ്ടാക്കും ഒരു ദിവസം? 30 ബൾബ്. 30 ബൾബ് ഉണ്ടാക്കിയിട്ട് കിടക്കത്തുള്ളോ? ബൾബിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു തന്നെ. ഡ്രൈവ്, ഹൗസിങ്, ഹീറ്റ് സിങ്, ക്യാപ്പ്, മോഡ്യൂള്. അപ്പൊ ഈ സ്കൂളിൽ പോകുമ്പോൾ ബൾബ് ഉണ്ടാക്കൽ ശരിയാവോ? രാത്രി ഇരുന്നുണ്ടാക്കും. പഠിക്കണ്ടേ? പഠിച്ചു കഴിഞ്ഞിട്ട്. ബോച്ചയുടെ ബാങ്കിൽ നിന്നും വീട് പണിക്കെടുത്ത ലോൺ തിരിച്ചടയ്ക്കണം. തുടക്ക വഴിയിൽ മുടങ്ങിപ്പോയ വീട് പണി പൂർത്തിയാക്കണം. മക്കളെ സുന്ദരികളായിട്ട് നോക്കണം. അമ്മയ്ക്ക് താങ്ങാകണം. ഗവേഷിന് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, കൊതികളുമില്ല. മക്കൾ ഉണ്ടാക്കിയ ബൾബിലെ വെളിച്ചത്തിലേക്ക് പ്രതീക്ഷയുടെ നോക്കിയിരിക്കുകയാണ്. എല്ലാത്തിനും വഴി കാണുമെന്ന ശുഭപ്രതീക്ഷയിൽ. എൻ്റെ മൂത്ത മോൾക്ക് 10 വയസ്സും ഇളയാൾക്ക് 7 വയസ്സുമാണ്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛനെ നോക്കിയതുപോലെ തന്നെ എൻ്റെ മക്കൾ എന്നെ നോക്കുന്നുണ്ട്. അതിനോട് തന്നെ ഞാൻ ദൈവത്തോട് ഏറ്റവും കടപ്പെട്ടിരിക്കണം. എന്നെ ആ ഒരു പാഠം പഠിപ്പിച്ച വർഷമാണ് 2025. അപ്പൊ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും അവർ അച്ഛനോടൊപ്പം അമ്മമ്മയോടൊപ്പം വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അച്ഛന്റെ കൈ വയ്യാഞ്ഞിട്ടും അത് സാരില്ല അച്ഛൻ നമുക്ക് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് മൂത്തവള് 30 ബൾബ് ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഇളയവള് കട്ടയ്ക്ക് കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുറച്ച് ബൾബ് മേടിക്കണം. ഞങ്ങളെ പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് കാണണം, സഹായിക്കണം. അതാണ് ആവശ്യം അല്ലേ? 2 പേരും നന്നായിട്ട് പഠിക്കും. അപ്പൊ ഞങ്ങളുടെ പഠിത്തത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വരട്ടെ അല്ലേ? നമുക്ക് അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി പഠിക്കണ്ടേ? വേണ്ട, ഇവിടെ തന്നെ പഠിച്ചായി. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും വേണം. ഞങ്ങൾക്കൊരു യുദ്ധവിമാനം പറത്തുന്ന ഒരു പൈലറ്റും ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കണം, കട്ടയ്ക്ക് നിൽക്കണം. മനോഭാവനൊപ്പം ആയിപ്പോളെയാണ്. നമസ്കാരം.